ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നെല്ലിക്ക കൊണ്ടൊരു ലേഹ്യം ഉണ്ടാക്കിയാലോ. നെല്ലിക്ക നമുക്ക് എല്ലാവർക്കും അറിയാം, വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ലേഹ്യമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഈ മഴക്കാലത്തൊക്കെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുക, വലിയവർക്കും കഴിക്കാം. മുടി അഴകിലും പിന്നെ അയണിൻ്റെ അംശം ഒരുപാടുള്ളതാണ് നെല്ലിക്കയിൽ. അപ്പോൾ അസുഖങ്ങളൊക്കെ പിടിക്കാതിരിക്കാൻ നല്ല ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നെല്ലിക്ക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല നാടൻ നെല്ലിക്ക 1/2 കിലോ. പിന്നെ അതുപോലെ തന്നെ പനങ്കരിപ്പെട്ടി സെയിം അളവിൽ തന്നെ 1/2 കിലോ എത്രയാണോ നെല്ലിക്ക എടുക്കുന്നത് അതേ അളവിൽ തന്നെ കരിപ്പെട്ടി എടുക്കുക. കാരണം നെല്ലിക്കയ്ക്ക് ചെറിയൊരു പുളിപ്പും ചവർപ്പും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ബാലൻസായി കിട്ടണമെന്നുണ്ടെങ്കിൽ സെയിം അളവിലെടുക്കുക. അതുപോലെ തന്നെ നെയ്യ്, പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, അതുപോലെ കുറച്ച് കറുകപ്പട്ട, പിന്നെ 2-3 എന്താ പറയുക ഏലയ്ക്ക, പിന്നെ ഗ്രാമ്പു. തക്കോല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കോല കൂടി ചേർക്കാം. എൻ്റെ കയ്യിലില്ല ഇപ്പോൾ, അതുകൊണ്ട് അത് അത്രയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് പൊടിച്ചാണ് എടുക്കേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് കുക്കറിൽ വെച്ച് ഒരു അല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് 4 വിസിലൊക്കെ വിട്ടതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ പനങ്കരിപ്പെട്ടി നമുക്കൊന്ന് അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് അലിയിച്ചെടുക്കണം. ഞാൻ ഇച്ചിരി കുറുക്കിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലൂസാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം വെള്ളത്തിൻ്റെ അംശം കൂടുന്തോറും നമുക്ക് ഒരുപാട് സമയം അത് കുറുക്കി എടുക്കേണ്ടി വരും ചെയ്യുമ്പോഴത്തേക്ക്. ഞാൻ അതുകൊണ്ട് ഒരു മീഡിയം പരുവത്തിലാണ് എടുത്തത്. നൂൽ പരുവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അത് അലിയിച്ചങ്ങ് എടുത്താൽ മതിയാവും. നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ തിരിച്ചടച്ചു വച്ചിരുന്നത് കാരണം നെല്ലിക്കയുടെ കളറൊക്കെ കുറച്ച് പോയി മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ നെല്ലിക്ക മാറ്റുക ആ പാത്രത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിലിരുന്ന് ആ ചൂട് കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് വെള്ളം ഒന്ന് ഒഴിച്ച് ഒരല്പം ഒഴിച്ച് ഇതുപോലെ നല്ല തിക്കായിട്ടൊന്ന് അരച്ചെടുക്കുക. ശേഷം നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് 2 സ്പൂൺ നെയ്യ് അതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നെല്ലിക്കയുടെ പേസ്റ്റ് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നെയ്യും നെല്ലിക്കയും ഒന്ന് മിക്സ് ആവണം. അത്രയേ ഉള്ളൂ. 2-3 വട്ടം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പിന്നെ ഇതിലോട്ട് അലിയിച്ച് വെച്ചിരിക്കുന്ന പനങ്കരിപ്പെട്ടിയുടെ ലായനി ഇതിലോട്ടൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിലോ അതുകൊണ്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. കരിപ്പെട്ടിയും നെല്ലിക്കയുടെ ആ ഒരു പേസ്റ്റും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്ന ശേഷം ഇങ്ങനെ നമ്മൾ ഇടവിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കണം. ഈ അലുവയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെയാണ്. നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിത്തെറിക്കും ഇടയ്ക്കൊക്കെ, ഇങ്ങനെ അതിൻ്റെ ചാറിങ്ങനെ തെറിക്കും. അപ്പോൾ ഒന്ന് കയ്യിലൊന്നും തെറിക്കാണ്ട് എല്ലാവരും സൂക്ഷിച്ച് ഒന്ന് മിക്സാക്കി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ജീരകവും ഇതൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സും കൂടെ ഇതിലോട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കുറുകി വരുംതോറും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഡാർക്ക് ബ്ലാക്ക് കളറിലോട്ടൊക്കെ വരും, ആ ബ്രൗണിൽ നിന്ന് മാറിയിട്ട്. അതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. നെയ്യൊക്കെ തെളിഞ്ഞിട്ട് ഇത് എത്രത്തോളം നമ്മൾ കുറുക്കി എടുക്കുന്നുവോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിലെടുക്കുന്നോ അത്രത്തോളം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ്, ഈ പുളിപ്പും ആ കരിപ്പെട്ടിയുടെയൊക്കെ ആ ഒരു മധുരവും കൂടി ഒന്ന് ബാലൻസ് ആവേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്യണം. എനിക്കിപ്പോൾ ഞാനിത് ഒരുപാട് ഇതാക്കി എടുക്കുന്നില്ല, കാരണം 3 മക്കളുണ്ട് എനിക്ക്. അവരത് കഴിച്ച് തീർത്തോളും. ഒരുപാട് നാൾ അങ്ങനെ വച്ചിരിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്തുവാണ്. കാരണം ഇതിപ്പോൾ തണുക്കുമ്പോൾ ഇനിയും ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും. അതുകൊണ്ട് ഞാനിതിൽ വെച്ച് നിർത്തി. നിങ്ങൾക്ക് ഒരുപാട് നാളത്തേക്കാണെങ്കിൽ ആ ഒരു രീതിക്ക് എടുക്കുക. അതായത് ആണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഇതിന് നന്നായിട്ട് തണുത്ത ശേഷം ചില്ല് കുപ്പിയിലോട്ടാക്കി നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ബൈ ബൈ ഗൈസ്.